മകളെ, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് വലിയ സ്നേഹത്തോടെ മാതാവിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ പ്രതീക്ഷകളുമായിട്ടാണ് ഓരോരുത്തരും ഈ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി നിൽക്കുന്നത്. സങ്കടങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, വിട്ടുമാറാത്ത രോഗപീഠകളിലേക്ക്, ഭയങ്ങളിലേക്ക്, ഉത്കണ്ഠകളിലേക്കൊക്കെ വചനം കടന്നു വരികയാണ്. ഇന്നിതാ നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്നുകൊണ്ട് വചനമാകുന്ന യേശു നമ്മോട് സംസാരിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. വളരെ ചെറിയ വാക്യമാണ്. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കും. നിന്റെ സങ്കടങ്ങൾ നിനക്ക് വിടുതൽ കിട്ടും. ഇതാ കർത്താവ് തരുന്ന വചനം. ലൂക്ക 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയം ഒരു അടിമയെപ്പോലെ വാക്ക് കൊടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ അടിയാട്ടി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ എളിമയുടെ പ്രകരണമാണ്, വിനയത്തിൻ്റെ പ്രകരണമാണ്. എവിടെ എളിമയുണ്ടോ അവിടെ ഹൃദയത്തിലെ എല്ലാ പുണ്യങ്ങളും വളരും. എവിടെ എളിമയുണ്ടോ അവിടെ കൃപയ്ക്ക് മേൽ കൃപ വളർന്നുകൊണ്ടിരിക്കും. വിനയമുള്ളിടത്ത് വിശുദ്ധിയുണ്ട്, വിനയമുള്ളിടത്ത് വിജയമുണ്ട്. വിനയമാണ് ജനകോടികളുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നത്. ഒന്ന് ഓർത്തേക്കണേ, എങ്ങനെയാണ് എനിക്ക് എളിമയിൽ വളരാൻ സാധിക്കുക? 2-3 കാര്യങ്ങൾ അച്ഛൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള വലിയ ദുരന്തങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ ഓർത്താൽ, കർത്താവമ്മ കാത്തിരക്ഷിച്ചതിന് ഓർത്താൽ നമ്മളറിയാതെ എളിമയിലേക്ക് കടന്നു വരും. 2, ദൈവം തന്നതെല്ലാം ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ അധികാരമുണ്ടെന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ ചിലവരെങ്കിലും എളിമയിലേക്ക് കടന്നു വരും. 3, ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്നാണോ അത് ആദ്യമായി ചെയ്തത് അപ്പോഴുണ്ടായ മനോഭാവം ഓർത്താൽ എളിമയിലേക്ക് വേറെ ചിലർക്ക് കടന്നു വരാൻ സാധിക്കും. അവസാനമായി, നമുക്ക് എന്തൊക്കെയുണ്ടോ അത് ഇല്ലാത്തവരെ പറ്റി ചിന്തിക്കുക. വീടില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, അങ്ങനെയുള്ളവർ ചിന്തിച്ചാൽ എളിമയിലേക്ക് കടന്നു വരാനായി സാധിക്കും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ, വിനീതനായ ഈശോ ഇതാ നിൻ്റെ മുമ്പിൽ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.